ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഗ്രൂപ്പുണ്ട്. അതായത് അക്ബർ, അതുപോലെ തന്നെ നമ്മുടെ അപ്പാനിയൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ പൊളിച്ചേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഷാനവാസിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആഹാ, ഒരൊറ്റയാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്ന് തോന്നി. ഇപ്പം എന്താ കഥയെന്ന് വെച്ചാൽ ഷാനവാസ് സ്വയം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ആ ഗ്രൂപ്പിനെ പൊളിക്കാൻ ആര് വരുമെന്ന് കണ്ടറിയണം. ഷാനവാസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിനകത്ത് പ്രധാനമായിട്ടുമുള്ളത് നമ്മുടെ ഒണിയിലും അഭിലാഷുമാണ്. ഈ ജിസേൽ ഈ ഗ്രൂപ്പിലും ആ ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കുകയാണ്. ഇവരുടെ കൂടെയും ജിസേൽ നിൽക്കുന്നുണ്ട്, ഷാനവാസിൻ്റെ കൂടെയും നിൽക്കുന്നുണ്ട്, അക്ബർ ഗ്യാങ്ങിൻ്റെ കൂടെയും ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. അക്ബർ, ആര്യൻ, അപ്പാനി, നമ്മുടെ ജിസേലൊക്കെയാണ് ഒരു ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ചെറിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. അതിന് പകരം സ്ട്രോങ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഷാനവാസ്, ഒണിയിൽ, നമ്മുടെ അഭിലാഷ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് അനുമോൾ അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇവിടെ ഒരു പുതിയ ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്, പുതിയ ഗ്രൂപ്പിൽ ആരെന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രൂപ്പിനെ പൊളിക്കാനാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ഷാനവാസ് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് ഒറ്റയ്ക്ക് പൊളിക്കണം, അല്ലാതെ പുതിയ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടല്ല വേറൊരു ഗ്രൂപ്പിനെ പൊളിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റേ ഗ്രൂപ്പിന് കിട്ടിക്കൊണ്ടിരുന്ന പണി മൊത്തം ഇനി കിട്ടാൻ പോകുന്ന മിക്കവാറും ഷാനവാസിൻ്റെ ഗ്രൂപ്പിനാവാൻ ചാൻസ് ഉണ്ട്. ഗ്രൂപ്പില്ലാതെ ഒറ്റയ്ക്ക് ഒന്നുകിൽ കളിക്കുക. ഇനി അഥവാ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ ഗ്രൂപ്പ് ഒരു ഫെയർ ഗ്രൂപ്പായിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ സീസൺ 5 അഖിൽ മാരാറിൻ്റെ ഗ്രൂപ്പ് അത്യാവശ്യം പോസിറ്റീവായിട്ട് പോയൊരു ഗ്രൂപ്പായിരുന്നു. കാരണം അവരുടെ ഗ്രൂപ്പ് ആ രീതിയിൽ വളരെ ഫണ്ണാണ്, വളരെ ഫെയർ ആയിട്ട് ഗെയിം കളിച്ചൊരു ഗ്രൂപ്പാണ്. അതുപോലത്തെ ഗ്രൂപ്പുകളാണെങ്കിൽ ഓഡിയൻസ് ചിലപ്പം അത് ഭയങ്കര രസമായിട്ട് കാണും. ഇല്ലെങ്കിൽ ഗ്രൂപ്പിസം ബിഗ് ബോസിനകത്ത് ഭയങ്കര നെഗറ്റീവ് അടിക്കും. കാരണം എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ചേർന്ന് ഒരാളെ കോർണർ ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള ഗെയിം ഒട്ടും ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇതുവരെ അങ്ങനത്തെ ഒരു കോർണറിങ് ലെവലിലോട്ട് ഷാനവാസിൻ്റെ ഗ്രൂപ്പ് പോയിട്ടില്ല എങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ വരും. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റേ ആൾ കയറി ഇടപെടും. റെന ഫാത്തിമയും നമ്മുടെ സാബുവും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഷാനവാസ് പോയിട്ട് റെനയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, റെനയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒണിയിൽ, സാബുവും ഷാനവാസും ഒക്കെ ഇപ്പോൾ ഒറ്റ കെട്ടായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗെയിം, അവരുടെ ഗെയിം താഴോട്ട് പോകും. ശ്രദ്ധിച്ചാൽ മതി. വളരെ നന്നായിട്ട് കളിച്ചു നിന്നതാണ് ഷാനവാസ്, പക്ഷേ ഇപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം താഴോട്ട് പോകുന്നില്ലേ? അതിൻ്റെ കാരണം ഈ ഗ്രൂപ്പും കൂടിയാണ്. ഗ്രൂപ്പിലായി ചർച്ചകൾ കൂടുതലും. ഒറ്റയ്ക്ക് കളിച്ചതിൽ നിന്ന് മാറി ഗ്രൂപ്പായി കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം പ്ലാനുകളെല്ലാം പോയി കഴിഞ്ഞു അവിടെ. ഇനി അത് ഗ്രൂപ്പ് പൊളിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരാം, ഇല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഗെയിം ഇനിയും താഴോട്ട് പോകത്തേ ഉള്ളൂ. അതുപോലെ അഭിലാഷും ഈ ഒണിയിലും ഒക്കെ അവർ ഈ ഓവർ അഗ്രസീവായിട്ട് കളിക്കുന്ന ഗെയിം അവർക്ക് നെഗറ്റീവ് ആവും. ബിഗ് ബോസിനകത്ത് പോയിട്ട് ഇത്രയും അഗ്രസീവ് ആവേണ്ട കാര്യമൊന്നുമില്ല. വഴക്കുണ്ടാക്കണം, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഓഡിയൻസിന് മാസ് കാണാനും വഴക്ക് കാണാനും ഒക്കെ ഇഷ്ടമാണ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ഇവർക്കൊന്നും മനസ്സിലാവാത്തതും അതാണ്. ഇപ്പോഴും ബിഗ് ബോസിൻ്റെയും ബിഗ് ബോസ് ഓഡിയൻസിൻ്റെയും പൾസ് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ പല കണ്ടസ്റ്റൻസിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും സീസണായി, ആദ്യത്തെ സീസണിലൊക്കെ കളിച്ചവരെ അപ്പോൾ സമ്മതിക്കണ്ടേ? ഇപ്പോൾ ഓഡിയൻസ് എങ്ങനെയാണ് ഈ ഷോയെ എടുക്കുന്നതെന്നുള്ളത് പുറത്തുനിന്ന് ഇത്രയും സീസൺ കണ്ടകത്ത് പോയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഓഡിയൻസിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കി വേണ്ടേ കളിക്കാൻ, അല്ലാതെ അവിടെ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറേ ഒച്ച ഉണ്ടാക്കി കുറേ സീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഡിയൻസ് കൈയടിക്കും, അല്ലെങ്കിൽ മറ്റേ KGF BGM ഇട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറത്തും എന്നൊക്കെയുള്ള വിചാരമൊക്കെ വെറുതെയാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഓഡിയൻസ് ജഡ്ജ് ചെയ്യും. അതിനൊരു ന്യായം വേണം, അതിനൊരു കാരണം വേണം, അതിന് നമ്മളുടെ പ്രതികരണവും മാന്യമായിരിക്കണം. ഇന്നലെ എന്തുകൊണ്ടാണ് ചെരുപ്പെടുത്തെറിഞ്ഞ ആര്യൻ്റെ വിഷയത്തേക്കാൾ കൂടുതൽ എല്ലാവരും ഇന്ന് ചർച്ച ചെയ്തത് അഭിലാഷിൻ്റെ, ഒണിയിലിൻ്റെ അഗ്രസീവിനെ കുറിച്ചായത്? ഒറ്റ കാര്യമുള്ളൂ, ഇവർ ആര്യൻ ചെയ്തതിനേക്കാളും വലിയ തെറ്റ് അവിടെ ചെയ്തു. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ആര്യൻ ചെയ്തതിനേക്കാളും വലിയ തെറ്റാണ് റെന ഫാത്തിമയൊക്കെ തെറി വിളിച്ചുകൊണ്ടും അല്ലാതെ അവിടെ കിടന്ന് തെറി വിളിച്ചുകൊണ്ടും ഒക്കെ ഇവർ കാണിച്ചത്. അങ്ങനെ വന്നപ്പോൾ ആര്യൻ ചിരിച്ചു എന്ന് പറയുന്നതോ ചെരുപ്പെടുത്തെറിഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും വലിയ മിസ്റ്റേക്ക് ഇവരവിടെ ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു കൈ ഇല്ലാത്ത ഒരാൾ, ഒരു വിരളില്ലാത്ത ഒരാളെ കുറ്റം പറയുന്ന പോലെ ആയിപ്പോയി. കാരണം ഇന്നലെ ആര്യൻ ചെയ്തതിനേക്കാളും വലിയ തെറ്റുകൾ ഇവരൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ബിഗ് ബോസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്യാങ്ങിൽ പോയി പെട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് പുള്ളിയുടെ ഗെയിം കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.